ഒറ്റയ്ക്ക് വരാൻ നിനക്ക് എങ്ങനെ ധൈര്യം വന്നു മോനെ? പഠിക്കൽ വരെ മൂത്തടുത്ത് രാമേട്ടുണ്ടായിരുന്നു. ആഹാ, അതെന്താ അമ്മ അങ്ങനെ ചോദിച്ചത്? രാത്രിയിൽ ഞാൻ ഒറ്റയ്ക്ക് വന്ന് എന്നെ ആരെങ്കിലും പിടിച്ച് വിഴുങ്ങോ? ഇന്ന് എത്ര കാലം കൊണ്ട് ഞാൻ കാണുന്നു മോനെ. അമ്മ എന്ത് കണ്ടു? ഒരു കുന്തവും കണ്ടിട്ടില്ല. അത് ശരി, നീ വല്ലതും കഴിച്ചോ? എനിക്കൊന്നും വേണ്ട. എന്റെ ജോലി പോയമ്മേ. സന്തോഷം. സന്തോഷം? സ്വന്തം മകന്റെ ജോലി പോയ സന്തോഷിക്കാ വേണ്ടത്. ഇങ്ങനെ സമയം ഞാനും കണ്ടിട്ടില്ല. ഇപ്പൊ കണ്ടില്ലേ, ഒരു വലിയ കോളേജ് അധ്യാപകൻ. നീ അവിടെ പട്ടിണി കിടക്കുകയാണെന്ന് ഞാൻ അറിഞ്ഞു. ആർക്ക് വേണ്ടിയടാ ഈ ത്യാഗമൊക്കെ? നിന്റെ ഭാര്യയും മക്കളെയും പോറ്റാനോ? അത് ശരി. അപ്പൊ അമ്മയെ ഇപ്പൊ ശത്രുപക്ഷത്താണല്ലേ? സ്വപ്നം കണ്ടിരുന്നാ മതി. ഓ, സബ് ഇൻസ്പെക്ടറുടെ അമ്മയാകാൻ എന്തോ കൊതിയാണെന്നറിയോ? അയ്യടാ, പോലീസ് പണിക്ക് നീ കൊള്ളത്തില്ലെന്നും നീ പേടിത്തൊണ്ടനാണെന്നും എനിക്ക് അറിഞ്ഞൂടെ? നിന്റെ അച്ഛനെ പോലെ എനിക്ക് തലയ്ക്ക് വട്ടൊന്നുമില്ല. അമ്മേ, എന്നെ പേടിത്തൊണ്ടെന്ന് വിളിക്കുന്നത് മാത്രം എനിക്ക് ഇഷ്ടമല്ല. എനിക്ക് കുറച്ച് അഹിംസവാദം ഉണ്ട്. അത് ഞാൻ സമ്മതിച്ചു. അല്ലാതെ പേടിയൊന്നുമില്ല. അമ്മ ബെറ്റ് വെക്കുന്നു, ഈ ഇരുട്ടത്ത് ഞാൻ ഒറ്റയ്ക്ക് ഈ വീടിന്റെ പടിക്ക് പോയി നിൽക്കുന്ന അമ്മയ്ക്ക് കാണണം. അയ്യോ, അങ്ങനെ സാഹസങ്ങളൊന്നും കാണിച്ചു കളയരുതേ. അങ്ങനെ വഴിക്കുവാ. നിനക്ക് ചോറോ കഞ്ഞിയോ വല്ലതും വേണോ? എനിക്ക് വേണ്ടെന്ന് പറഞ്ഞില്ലേ? എന്നാ ചെന്നിരുന്ന് ഉറങ്ങാൻ നോക്ക്. എന്നെ കൊല്ലിക്കാൻ നടക്കുന്ന ആളെവിടെ? ആര്? എന്റെ ഫാദർ. ഊണ് കഴിഞ്ഞ് കട്ടിക്കരി കിടന്ന് പോത്തിനെ പോലെ മുക്രിയിടുന്നത്. ഇടട്ടെ ഇടട്ടെ, നല്ലോണം ഇടട്ടെ. അമ്മേ, അമ്മേ. എന്താ മോനെ? പല കള്ളന്മാരുമായിരിക്കും. പട്ടി വരയ്ക്കുന്നുണ്ടല്ലോ. പുറത്തിറങ്ങി നോക്ക്, എന്നിട്ട് കള്ളനെ നീ തന്നെ പിടിക്ക്. ഇങ്ങനെയുണ്ടോ മനുഷ്യനൊരു പേടി? പേടിയൊന്നുമില്ല എന്ന് വെച്ച് മനുഷ്യന് ഭയമില്ലായിരിക്കും. ഇത് ഞാനാ, നിന്റെ അച്ഛൻ. അച്ഛൻ കള്ളനല്ല, പോലീസല്ലേ? അതെ. ഞാൻ വിചാരിച്ചു. നീ എന്ത് വിചാരിച്ചു? എന്തോ വിചാരിച്ചു. എന്റെ പൊന്നു മോനെ, ഇനിയെങ്കിലും നീ നേരെ ചൊവ്വ എന്തെങ്കിലും വിചാരിക്കും. എടാ, 30 വർഷക്കാലം സർവീസിലിരുന്ന് സബ് ഇൻസ്പെക്ടർമാരുടെ ആട്ടും തുപ്പം കൊണ്ടവനാ ഞാൻ. എന്റെ മോനൊരു SI ആയി കണ്ടിട്ട് വേണം എനിക്ക് മരിക്കാൻ. നീ എന്തിനാ പേടിക്കണേ? എടാ, കാക്കിക്കുപ്പായി വിട്ടവരെ നാട്ടുകാർക്കാ പേടി. നീ യൂണിഫോം ഇട്ട് വന്നാൽ എന്ത് തലയെടുപ്പായിരിക്കും എന്നറിയാമോ? നീ ആരെയും കുത്തണ്ട, ആരെയും കൊല്ലണ്ട. നിന്നെയും ആരും ഒന്നും ചെയ്യാൻ പോകുന്നു. ശ്രമിച്ചാൽ നിനക്ക് IPS കിട്ടും. അങ്ങനെ കേറി 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 നിനക്കൊരു IG വരെ ആവാൻ മോനെ. ട്രെയിനിങ്ങിന് പോവില്ലേ? എന്റെ മോൻ അച്ഛന്റെ ആഗ്രഹം സാധിച്ചു തരൂല്ലേ മോനെ? മോൻ ട്രെയിനിങ്ങിന് പോവില്ലേ മോനെ? എന്റെ പൊന്നു മോനെ, എന്റെ പൊന്നു. ഈ സ്വർഗവും നരകവും ഉണ്ടെന്ന് പറയുന്നത് വെറുതെ അല്ല പത്മനാഭ. കഴിഞ്ഞ ജന്മത്തിൽ ഞാൻ ഒരുപാട് പാവങ്ങളൊക്കെ ചെയ്തു കാണും. കഷ്ടപ്പെടാതെ ചുമ്മാ കയറി SI ആവാൻ പറ്റൂ. ഇതൊരു വെല്ലുവിളിയായിട്ടെടുക്കും. നോക്കിക്കോ, ഞാൻ എങ്ങനെയെങ്കിലും നാട്ടിൽ തന്നെ പോസ്റ്റിംഗ് വാങ്ങിക്കും. എന്നോട് ബഹുമാനം കാണിക്കാത്ത കുറെ എരപ്പാളികളുണ്ട് അവിടെ. ഞാൻ എല്ലാവരും ഇടിച്ചു നിരപ്പാക്കും. കാക്കിക്കുപ്പായത്തിന്റെ ഒരു വെയിറ്റ് ഉണ്ടല്ലോ, അതൊരു വെയിറ്റ് തന്നെയാ. കാശൊന്നും കാര്യമായിട്ട് കിട്ടിയില്ലെങ്കിൽ എന്താ? ആ ട്യൂട്ടോറിയൽ കോളേജ് ഒരു സ്വർഗമായിരുന്നു. പിള്ളേരുടെ കയ്യിൽ നിന്ന് ഫീസിനത്തിൽ ഒരു 50 രൂപ തികച്ച് കിട്ടിയാൽ മതി, മാത്തച്ഛൻ കുപ്പി വാങ്ങിക്കും. ചിലപ്പോ നേരം വിളിക്കുന്നവരെ തണ്ണീടിയും പാട്ടും കൂത്തും ബഹളവും ഒക്കെ ആയിരിക്കും. ആലോചിക്കുമ്പോ കരച്ചിൽ വരുന്നു. അപ്പോ മോഹൻദാസ് തണ്ണി അടിക്കും അല്ലേ? അങ്ങനെയൊന്നുമില്ല, ഒരു രസത്തിന് വല്ലപ്പോഴൊക്കെ. അല്ല പത്മനാഭ, ആ ഇൻസ്ട്രക്ടർക്ക് എന്നോട് വല്ല വ്യക്തിവൈരാഗ്യമുണ്ടോ? എങ്ങനെയുണ്ടോ ഒരു പണിഷ്മെന്റ്? മേലും കൈയൊന്നും അനക്കാൻ വയ്യ. നാളെ ഓഫ് ഡേ ആണല്ലോ, എന്താ പ്രോഗ്രാം? അയ്യോ, ഞാനതങ്ങ് മറന്നു. നേരെ ട്യൂട്ടോറിയൽ കോളേജ് ചെല്ലുക, മാഷന്മാരെയൊക്കെ വിളിക്കുക, മനസ്സ് കൊടുക്കുക. മാഷെ, ട്യൂട്ടോറിയൽ ആരെയും കണ്ടില്ല. കുറച്ച് കഴിയുമ്പോ ട്യൂട്ടോറിയൽ തന്നെ കണ്ടിരുന്നത് അനുദിനം വളരെ വളരെ വഷളായിക്കൊണ്ടിരിക്കുക. ഷർട്ടിന്റെ വാടക കൊടുത്തിട്ട് 6 മാസമായി. നീയാണ് ഭാഗ്യവാൻ. എന്തായി? പോസ്റ്റിംഗ് ആയില്ലേ? പോസ്റ്റിംഗ് ആയി. ഇനിയല്ലേ പരീക്ഷണം. അടുത്ത ബുധനാഴ്ച ചാർജ് എടുക്കണം. എനിക്കൊരു മനസ്സമാധാനമില്ല മാഷെ. ഏത് സ്റ്റേഷനിലാ? കുറച്ചുള്ളില്ല, മുതലക്കുണ്ട് പോലീസ്. എവിടെ എവിടെ? മുതലക്കുണ്ട്. എടോ, നീയൊരു കാര്യം ചെയ്യും,
എത്രയും പെട്ടെന്ന് ബന്ധപ്പെട്ടവരെ കണ്ട് ആ സ്റ്റേഷൻ മാറ്റി തരാൻ പറ. എന്താ ഇവിടെ പ്രശ്നം? എടോ, കുറച്ചു കാലം കൂടി നിനക്ക് ജീവിച്ചിരിക്കുന്ന ആഗ്രഹമില്ലേ? പിന്നെ ജീവനിൽ കൊതിൽ ഒരൊറ്റ ഒരുത്തനും മുതലക്കുണ്ട് രസയില്ല. വലിയ വലിയ കൊമ്പന്മാരായ ഇൻസ്പെക്ടർമാര് വരെ തോറ്റ് തൊപ്പിട്ട് വന്ന സ്ഥലമാണത്. മിടുക്കന്മാരാൻ ശ്രമിച്ച പല വമ്പന്മാരുടെയും ശവം പോലും ഇന്ന് വരെ കണ്ടുകിട്ടിയില്ല. എന്താ അവിടെ കുഴപ്പം? അതൊന്നും ഇപ്പൊ പറഞ്ഞാൽ തീരില്ല. നീ എങ്ങനെങ്കിലും ഒന്ന് സ്ഥലമാറ്റം വാങ്ങാൻ നോക്ക്. എന്റെ ഒരു അനന്തരവൻ അവിടുത്തെ ഒരു സ്കൂൾ പഠിപ്പിക്കുക. അവൻ പറഞ്ഞ ചില കാര്യങ്ങൾ ഓർത്താ നമ്മൾ ഈ കേരളത്തിലെ ഒരു ഗ്രാമത്തിലാണ് ഇങ്ങനെയൊക്കെ നടക്കുന്നതെന്ന് വിശ്വസിക്കാൻ പറ്റില്ല. അത്രയ്ക്കും. ആ, അങ്ങനെയാണെങ്കിൽ ഞാൻ ആ ഭാഗത്തേക്ക് പോകുന്ന പ്രശ്നമില്ല. പോസ്റ്റ് ചെയ്യട്ടെ, വേറെ എവിടെയെങ്കിലും പോസ്റ്റ് ചെയ്യട്ടെ. ആ, അല്ല, നിന്റെ അച്ഛൻ വിചാരിച്ചാൽ സ്റ്റേഷൻ മാറ്റി കിട്ടില്ലേ? ആ മനുഷ്യൻ എന്റെ ജീവൻ പോയി കിട്ടാൻ കാത്തിരിക്കല്ലേ മാഷെ. മാഷൊന്ന് എന്റെ കൂടെ വീട്ടിലേക്ക് വരുമോ? അവിടുത്തെ സ്ഥിതിഗതികളൊക്കെ അച്ഛനെ പറഞ്ഞൊന്ന് മനസ്സിലാക്കി കൊടുക്കും. എന്റെ മകനായതുകൊണ്ട് ആള് ധീരനായിരിക്കുമെന്നുള്ള ഉത്തമ വിശ്വാസത്തിൽ തന്നെയാണ് നിന്നെ മുതലക്കുണ്ടി തന്നെ പോസ്റ്റ് ചെയ്തത്. ആദ്യത്തെ പോസ്റ്റിംഗ് ആവുമ്പോ ഒരു കൊല്ലത്തേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്ന പ്രശ്നമേ ഉദിക്കുന്നില്ല. ട്രാൻസ്ഫർ ഇല്ലെങ്കിൽ ഞാൻ ചാർജ് എടുക്കുന്ന പ്രശ്നവും ഉദിക്കുന്നില്ല. നിന്നെ തട്ടി അവരകത്താക്കും. പിന്നെ ആയിരക്കണക്കിന് രൂപ ചെലവ് ചെയ്ത് സർക്കാർ നിന്നെ ട്രെയിനിങ്ങിന് അയച്ചത് വെറുതെ അല്ല. വലിയ സ്വാധീനമുള്ള ആളല്ലേ, ചെന്ന് പറഞ്ഞാ എന്ത് കാര്യവും. കൂടെയകത്ത് ചലക്കാതെ. അല്ല, മുതലക്കുണ്ട് നിങ്ങൾ വിചാരിക്കുന്ന പോലുള്ള സ്ഥലമല്ല. തന്റെ റെക്കമെൻഡേഷൻ ഒന്നും ഇവിടെ വേണം. മാഷെ, നീ ഒന്ന്. ആ മനുഷ്യനൊരു ബോധവും കഥയില്ല, മുഴു പ്രാന്ത. ഞാനൊരു പദ്ധതി ആലോചിച്ച് വെച്ചിരിക്കുക. എന്താ? ഞാൻ മുതലക്കുണ്ടി ചെന്ന് മാഷ് ദാനന്ദനൊന്ന് കാണട്ടെ. ഒരു കത്ത് തന്നാ മതി. ഏതായാലും തൽക്കാലം ചാർജ് എടുക്കുന്നില്ല. വല്ല ന്യൂമോണിയായോ ടൈഫോയിഡോ ഒക്കെ ആണെന്ന് പറഞ്ഞ് കുറച്ചു കാലം ലീവ് എടുക്കാം. എന്നിട്ട് ആ, പുതിയ SI ആണെന്ന് നാട്ടുകാരെ ആരെയും അറിയിക്കാതെ കുറെ കാലം അവിടെ താമസിക്കും. അവിടുത്തെ എല്ലാ വില്ലന്മാരെയും കുഴപ്പക്കാരെയും സോപ്പിട്ട് വശത്തായി കഴിഞ്ഞാൽ കുറച്ചു കാലം എനിക്ക് അവിടെ പിടിച്ചു നിൽക്കാം. എല്ലാവരുടെയും ഫ്രണ്ട്ഷിപ്പ് ആയി കഴിഞ്ഞാൽ പിന്നെ ചായ എടുക്കാമല്ലോ. ഒരു ഹ്രസ്വകാല പ്രശ്ന വേഷം എന്തോന്നു. വലിയ കുഴപ്പമില്ലാത്തൊരു ഐഡിയ ആണത്. പക്ഷേ നല്ല വില്ലന്മാരെ ഫ്രണ്ട്ഷിപ്പിന് കിട്ടുമോ? അല്ല, അങ്ങനെ കിട്ടില്ല. എന്റെ സോപ്പിൽ വില്ലന്മാര് വീഴില്ല എന്നാണെങ്കിൽ ജീവൻ പോയാലും ഞാൻ ചാർജ് എടുക്കുന്ന പ്രശ്നമേ ഇല്ല. ആ, ശ്രമിച്ചു നോക്ക്. നിന്റെ സോപ്പിൽ വില്ലന്മാര് വീണ് കിട്ടാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുക. എന്റെ മുതലക്കൊണ്ടിറക്കാനുള്ളവർ പറഞ്ഞം ഒന്നേ പൊന്നെ. റൈറ്റ്. ഈ മുതലക്കൊണ്ട് UP സ്കൂളിൽ പഠിപ്പിക്കുന്ന ദാമോദരൻ മാഷ് അറിയോ? എന്താ? പ്രത്യേകിച്ചൊന്നും ഉണ്ടായിട്ടല്ല, ഒന്ന് കാണാനാ വെറുതെ. എവിടെ വീട്? എന്റെ വീടോ? ഇതിന്റെ പുറകിൽ തന്നെയാ. അല്ല, ദാമോദരൻ മാസ്റ്റർ വീട്. ദാമോദരൻ മാഷ വീടോ? ആ. ഇന്ന് എന്താ ആഴ്ച? ആഴ്ച ഇന്ന് നാട്ടിൽ നിന്ന് കാലത്ത് പുറപ്പെടുമ്പോ ഞായറാഴ്ചയായിരുന്നു. കിളത്താൻ ഇറങ്ങിയിരിക്കുകയാണല്ലേ? ഇവിടെ ചെലവാക്കണ്ട കേട്ടോ. താൻ എവിടത്തുകാരനാ? അല്ല, ഞാൻ എന്ത് ഞാൻ? എടോ, സ്കൂളില്ലാത്ത ദിവസമാണെങ്കിൽ ദാമോദരൻ മാഷ് കണാരന്റെ ചായക്കടയേക്കാണ്. അതുകൊണ്ട് ആഴ്ച ചോദിച്ചു. ഇപ്പൊ മനസ്സിലായോ? ഇവിടത്തെ മുറുക്കാങ്കടക്കാര് വരെ വില്ലന്മാരാണോ? എന്താ എന്താ എന്താ? അല്ല, ഇവിടെ ഒരുപാട് വില്ലന്മാരുണ്ടല്ലേ? അധികമൊന്നുമില്ല. 1 കിലോമീറ്റർ പോയാൽ അവിടെ കൊല്ലന്മാരുടെ ഒരു വീടുണ്ട്. കൊല്ലന്മാരല്ല, വില്ലന്മാര്. ആരാ ദാമോദരൻ മാഷ്? ഞാനാ. ആരാ മനസ്സിലായില്ലല്ലോ? ചായക്കടന്ന് പറഞ്ഞ മാഷ് ഇവിടെ കാണുന്നു. മൂന്നാം മാഷും ഞാനും ഒരുമിച്ചൊരു ട്യൂട്ടോറിയൽ കോളേജിൽ പഠിപ്പിച്ചിരുന്നവരാ. ആ ട്യൂട്ടോറിയൽ ഇതുവരെ പൊളിഞ്ഞില്ലേ? പൊളിഞ്ഞിട്ടില്ല, പക്ഷെ ഉടനെ പൊളിയും. കഴിഞ്ഞ തവണ കണ്ടപ്പോ അമ്മാവനോട് ഞാൻ പ്രത്യേകം പറഞ്ഞിരുന്നു, പരിപാടി നിർത്തിയിട്ട് വല്ല മുറുക്കാങ്കട വരെ തുടങ്ങിക്കോളാൻ. ആ മാഷ് പറഞ്ഞു. അപ്പൊ എന്താ വിശേഷിച്ച്? അത് മൂന്നാം മാഷ് ഒരു കത്ത് തന്നിട്ടുണ്ട്. അയ്യോ, വല്ല അപകടം? ഒരു കുഴപ്പമില്ല, നമുക്ക് അവിടെ നാളെ നിൽക്കാം. നിങ്ങൾ കഴിച്ചോളൂ, എല്ലാം കാത്തുകണ്ട.
ശരി. അപ്പോ സാറ് ചാർജ് എടുത്തില്ലേ? എന്നെ സാറൊന്നും വിളിക്കണ്ട. അത് സാറ് പറയരുത്. എന്തായാലും സാറ് എസ് ഐ അല്ല. വില്ലന്മാര് കേട്ട പ്രശ്നം ഉണ്ടാവും. ശരി, എന്നാ പിന്നെ വന്നാട്ടെ നമുക്ക് വീട്ടിലേക്ക് പോവാം. അത്യാവശ്യം സൗകര്യമൊക്കെ ഉണ്ട്. ഫാമിലിയൊക്കെ ഇപ്പൊ നാട്ടിലാണെന്ന് മൂന്നാം മാഷ് ഞാൻ വിചാരിച്ചു ആളുകൾ എന്നെ പിടിക്കാൻ പറ്റാം. ഇതൊരു വഴിയാ. സാറിന് നല്ല ധൈര്യം ഉണ്ടല്ലേ? അത് ഈ പരിചയമില്ലാത്ത സ്ഥലമായതുകൊണ്ടുള്ള ഒരു ബുദ്ധിമുട്ടാ. അല്ല ഈ ആളുകൾ ഇപ്പൊ ആളുകളെ ചിന്താക്കുഴപ്പത്തിൽ കൊണ്ടുവന്ന് ചാടിക്കാൻ ആനന്ദൻ നായരും എടുക്കണ. എതിർക്കുന്നവരെ വശത്താക്കാൻ ആനന്ദൻ നായരുടെ കയ്യിൽ ഒരുപാട് തന്ത്രങ്ങളുണ്ട്. പക്ഷേ ആളുകൾ ഇനി അടങ്ങിയിരിക്കുമെന്ന് തോന്നുന്നില്ല. ഈ സ്ഥിതിക്ക് ഞാൻ ചാർജ് എടുത്താ ഞാൻ ആപ്പിലായിപ്പോകും. അക്രമികളെ പിടിച്ചില്ലെങ്കിൽ നാട്ടുകാർ കൊല്ലും. വല്ലവനെയും പിടിക്കാൻ നോക്കി അനന്തൻ നായർ കൊല്ലും. ഏതായാലും മരണം ഉറപ്പാ. ഞാൻ വിചാരിച്ചതിനേക്കാൾ ഭയങ്കരമാണ് മാഷേ ഇവിടുത്തെ സ്ഥിതി. അപ്പോ അഹിംസാവാദത്തിന്റെ പൊരുള് ഇപ്പൊ പിടികിട്ടി. തനിക്ക് പേടിയല്ലേ? ഏയ് പേടിയൊന്നും എനിക്കില്ല. മതി, മനസ്സിലായി. നട്ടലിന് ഉറപ്പില്ലെങ്കിൽ പെട്ടെന്ന് സ്ഥലം വിട്ടോ. അതാ നല്ലത്. മാഷേ, മാഷോടുള്ള സത്യം പറയാലോ, ഞാനേ ഒരൽപ്പം പേടിയുള്ള കൂട്ടത്തിലാ. എന്താ ഇപ്പൊ ചെയ്യാ? വീട്ടിൽ ചെന്ന അച്ഛൻ ഓടിക്കും, ട്യൂട്ടോറിയൽ ചെന്ന അച്ഛൻ അവിടെയും വരും. അപ്പോ ഒരു വഴിയുണ്ട്. എന്താ? തൂങ്ങി ചത്തോളൂ. അഡ്രസ് തന്നാൽ ശവം ഞാൻ വീട്ടിലെത്തിച്ചേക്കാം. മാഷേ, മാഷെങ്കിലും എന്നോട് സ്വല്പം കരുണ കാണിക്കണം. ഞാൻ ചാർജ് എടുക്കുന്നില്ല. എന്റെ ഒരു സുഹൃത്ത് ബോംബെയിലുണ്ട്. എന്തെങ്കിലും ഒരു ജോലി കിട്ടുമെന്ന് ഞാൻ അവനോട് എഴുതി ചോദിച്ചു നോക്കട്ടെ. അതുവരെ മാത്രം മാഷ് എന്നെ ഇവിടെ നിറക്കി വിടരുത്. പെണ്ണുങ്ങളെ പോലെ കിണുങ്ങാതെ. സബ് ഇൻസ്പെക്ടറാണ് വന്നേക്കുന്നത്. മോഹൻദാസ്, കൂർക്കഞ്ചേരിൽ വീട്, കൂമൻമുക്ക്, വയ തോട്ടത്തിൽ. കത്താർക്കാ? എനിക്കാണോ? നിന്റെ അമ്മയുടെ നായർക്ക്. നിനക്കാര് കത്തയക്കാനടി? നിന്റെ അച്ഛൻ ചത്തിട്ട് നാള് പറയായില്ലേ? എന്റെ അച്ഛൻ നേരത്തെ ചത്തത് നിങ്ങളുടെ ഭാഗ്യം. അല്ലെങ്കിലേ അങ്ങേര് നേരത്തെ നിങ്ങളെ തല്ലി കൊന്നേനെ. ഒരു വെട്ടിയമ്മച്ചെന്നാണല്ലോ. പൊടിയകത്ത്. ഓ, നിങ്ങൾക്ക് എന്തും പറയാം, എനിക്ക് മിണ്ടിക്കൂടാ. പോലീസ് പണി വിട്ടാലെങ്കിൽ നേരെയാവുന്നു വിചാരിച്ചു. എവിടെ? ദേവയാനി, കളർകോട് മന, മുതലക്കുണ്ട്. മുതലക്കുണ്ടിന് ഒരു പെണ്ണും കൂടി കത്തയക്കും. ആര് കത്തയച്ചെന്നാ? ഡിയർ മോഹൻദാസ്, എന്റെ നാട്ടിലാണ് നിങ്ങൾക്ക് പോസ്റ്റിംഗ് കിട്ടിയെന്ന് വൈകിട്ടാണ് അറിഞ്ഞത്. ഞാൻ സ്റ്റേഷനിൽ ചെന്നു. നിങ്ങൾ ചാർജ് എടുത്തിട്ടില്ലെന്നും നിമോണിയ പിടിച്ച് കിടപ്പിലാണെന്നും പറഞ്ഞു. പുറമേ കാണാൻ എന്ത് മനോഹരമായ സ്ഥലം. എരിയുന്ന ഒരു അഗ്നിപർവ്വതമാണെന്ന് കണ്ടാൽ തോന്നുന്നു. ഞാൻ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കാറുള്ള ഒരു സ്പാനിഷ് ചൊല്ലുണ്ട്. എന്താ അത്? നഗരത്തിൽ ഒരു അനീതി ഉണ്ടായാൽ അവിടെ ഒരു കലാപം ഉണ്ടാകണം. അങ്ങനെ കലാപം ഉണ്ടായില്ലെങ്കിൽ ആ നഗരം കത്തിച്ചാമ്പലാകുന്നതാണ് നല്ലത്. അനീതിയുടെയും കലാപത്തിന്റെയും കണക്കെടുത്ത നമ്മുടെ നാടൊക്കെ എന്നേ കത്തിച്ചാരമാകേണ്ടതാണ് മാഷെ. തന്നെ പോലുള്ള പ്രാസംഗികരാണ് ഈ നാട്ടിന്റെ ഏറ്റവും വലിയ ശാപം. മാഷെ, മനസ്സുകൊണ്ട് ഞാൻ ഈ മനസ്സ് തന്റെ ഇല്ലാത്തവരുടെ മനസ്സ് ആർക്ക് വേണടോ? പ്രവർത്തിക്കാൻ പറ്റുമോ? ഇല്ല. നമ്മുടെ നാട് മാത്രമല്ല, പഠിച്ചിട്ടില്ലേ, പണവും അധികാരവും അസന്തുലിതമായിരിക്കുന്ന ഏതൊരു സമൂഹവും ക്രൂരമാണ്. വലിയ ഐശ്വര്യവും പ്രതാപവും ഉണ്ടായിരുന്ന കളർകോട് മനയിലെ വിഷ്ണു നമ്പൂതിരിയാ പോയത്. ആ വാഴയിലക്കെട്ട് എവിടെക്കാന്നറിയോ? വല്ല ചായക്കടയിലും വിറ്റ് കാശ് വാങ്ങിക്കാൻ, എന്നിട്ട് വേണം അരി വാങ്ങിച്ച് കഞ്ഞി വെച്ച് കുടിക്കാൻ. മനസ്സിലായോ? എന്തേ ഇങ്ങനെ സംഭവിക്കാൻ?
സംഭവിച്ചതല്ല, സംഭവിപ്പിച്ചതാണ്. അനന്തൻ നായരുടെ മറ്റൊരിര. കുടിപ്പക എന്ന് പറയില്ലേ, അത് തന്നെ. മോഷണത്തിലൂടെയായിരുന്നു അനന്തൻ നായരുടെ തുടക്കം. ഈ നമ്പൂതിരിയുടെ മുതുമുത്തച്ഛന്മാരുടെ കാലം തൊട്ടേ ഇല്ലത്തുണ്ടായിരുന്ന ഒരു വെള്ളിക്കിണ്ണം അനന്തൻ നായർ എങ്ങനെയോ കട്ടെടുത്ത് വിറ്റു. അഞ്ചന വിട്ട് നോക്കിയപ്പോ ആളെ പിടിച്ചെന്നാ പറയുന്നത്. കിണ്ണം തിരിച്ചു ചോദിച്ചില്ലെങ്കിലും പെട്ടെന്നുള്ള ദേഷ്യത്തിന് ആൾക്കാരുടെ മുമ്പ് വെച്ച് നമ്പൂതിരി അനന്തൻ നായർ കിട്ടുന്ന അങ്ങ് കൊടുത്തു. അവിടുന്ന് ആ പ്രശ്നം തുടങ്ങിയത്. അങ്ങനെ എന്തെല്ലാം കഥകൾ. കണ്ടോ ഇല്ലത്തിന്റെ ഇപ്പോഴത്തെ സ്ഥിതി കണ്ടോ? ഒക്കെ കോളംകോരി. അല്ല, മാഷപ്പ വന്നു. ടീച്ചർ എന്താ ഇവിടെ? ഇതാണ് എന്റെ വീട്. ഞാൻ സ്റ്റേഷനിൽ ചെന്നപ്പോ ന്യൂമോണിയ കാരണം ചാർജ് എടുത്തിട്ടില്ലെന്ന് അറിഞ്ഞു. സുഖായിയോ? ആയി വരുന്നു. വരൂ, അകത്ത് കയറിയിട്ട് പോവാ. ഞങ്ങൾ ഒരുമിച്ച് ട്യൂട്ടോറിയൽ പഠിപ്പിച്ചിരുന്ന. വരൂന്നേ. പിന്നീട് ഒരിക്കലാകാം. ബസ്സിൽ വരുമ്പോ മാഷ് ഒരു ബന്ധുവിനെ കണ്ടുമുട്ടി. അദ്ദേഹം പറഞ്ഞ മാഷ് ഇവിടുത്തെ സ്റ്റേഷനിലാണെന്ന്. ന്യൂമോണിയ എന്ന് അറിഞ്ഞ് ഞാനൊരു കത്ത് അയച്ചിരുന്നു. കിട്ടിയോ? കത്തോ? ആ. ഇല്ല. പിന്നെ ടീച്ചറെ, ഞാൻ SI ആണെന്നുള്ള കാര്യം ആരോടും പറയരുത്. എന്താ പ്രശ്നം? മോനെ മോനെ മോഹൻദാസാ. അയ്യോ, വയസ്സുകാലത്ത് അച്ഛനെ ഓടിക്കല്ലേടാ. വയസ്സുകാലത്ത് ശേഷം പേരിട്ട് ഓടിച്ച്. എടാ, ഞാൻ നിന്നെ തല്ലാനും കൊല്ലാനും ഒന്നും വന്നല്ല, ഒരു കാര്യം പറയാൻ വേണ്ടി വന്നതാ. ഒന്നവിടെ നിക്ക്. തോറ്റു ഇവനെക്കൊണ്ട്. ഓ ഓ. നിനക്ക് വേണ്ടി ഞാൻ ഇത്രയും കാലം കഷ്ടപ്പെട്ടു. നിനക്ക് ന്യൂമോണിയ ആണല്ലേ? അവിടെ ഇവിടെയൊക്കെ ആളുകൾ നോക്കണച്ചാ. നോക്കട്ടാ, ഈ ലോകം മുഴുവൻ കാണട്ടെ. ഒരച്ഛന്റെ ദുഃഖം എന്താണെന്ന് നിനക്ക് അറിഞ്ഞുകൂടാ. നീ യൂണിഫോം ഇട്, സ്റ്റേഷനിലേക്ക് പോവാ. അയ്യോ അച്ഛാ, ഇത് നമ്മുടെ നാട് പോലെ അല്ല അച്ഛാ. ആളുകൾ ഉണ്ടാ നാണക്കേടാച്ചാ. അതൊന്നും എനിക്കൊരു പ്രശ്നമല്ല. നീ ചാർജ് എടുക്കുന്നുണ്ടോ ഇല്ലയോ? ഈ സ്റ്റേഷനിൽ ഞാൻ ചാർജ് എടുക്കുന്ന പ്രശ്നമേ ഇല്ല. ഇല്ലേ? ഇല്ല. തീർച്ചയാണോ? തീർച്ചയായും. ഉറപ്പാണോ? ഉറപ്പാണ്. ഉറപ്പായിട്ടും തീർച്ചയാണോ? തീർച്ചയായിട്ടും ഉറപ്പാണ്. എങ്കിൽ പിന്നെ ഞാൻ ജീവിച്ചിരുന്നത് കാര്യമില്ല ദൈവമേ. ഞാൻ ഈ ഉത്തരത്തെ കെട്ടി തൂങ്ങിച്ചാവും. കയറോടെ ഇവിടെ കെട്ടി തൂങ്ങിച്ചാവും. മറ്റേ കയറ് കിട്ടുമോ? ഉണ്ടല്ലോ. മരിക്കുന്നതിലേക്ക് വിരോധമില്ല, പക്ഷെ ഈ കയറെടുക്കാൻ ഞാൻ സമ്മതിക്കില്ല. ഞാൻ ഈ കയറുകൊണ്ട് ഈ ഉത്തരത്തെ കെട്ടി തൂങ്ങിച്ചാവും. ഞാൻ വാടക എടുത്തിരിക്കുന്ന വീടാ. മരിക്കണമെങ്കിൽ വേറെ ഉത്തരം നോക്കിക്കോളൂ. കൊല്ലം പറ്റിയ. അയ്യോ അച്ഛൻ തൂങ്ങിച്ചാണ്ടാ. ഞാൻ ചാർജ് എടുക്കാം. നീ ചാർജ് എടുക്കുവോ? എടുക്കാം. ഇന്നെടുക്കുവോ? നാളെ എടുത്താ പോരെ. അയ്യോ വേണ്ട, ഞാൻ ഇപ്പൊ തന്നെ. എന്നാ യൂണിഫോമോടെ ഞാൻ പറഞ്ഞു ചെയ്താൽ മതി. അതിന് പുഴകുപ്പതല്ല. ഇതാണ് നിങ്ങളുടെ പുതിയ യമാൻ. എന്റെ മകൻ സബ് ഇൻസ്പെക്ടർ CK മോഹൻദാസ് MA. ചിരിക്കരുത്. മേലധികാരി താഴെ കിടക്കാരോട് വളരെ സ്ട്രിക്റ്റ് ആയിരിക്കണം. സാർ, അന്ന് ആളറിയാതെ സംഭവിച്ചു പോയതാണ് സാർ. എന്ത് സംഭവിച്ചു? അത് വേണ്ട, അതൊന്നും പറയണ്ട. അതൊന്നും സാരമില്ല. മർത്തേന് കൈപ്പിഴ ജന്മസിദ്ധം എന്നാണല്ലോ. അപ്പോഴേ ഇത് ട്യൂട്ടോറിയൽ കോളേജ് അല്ല. ഓർഡർ കൊടുക്കുക, അനുസരിപ്പിക്കുക. അതാണ് ഒരു പോലീസ് ഉദ്യോഗസ്ഥന്റെ കടമ. ഞാൻ എന്റെ മകനായതുകൊണ്ട് പറയുന്നതല്ല. ഇവൻ ആളൊരു സിംഹമാണ്, പുലി. കണ്ണിച്ചോരയില്ലാത്തവനാ, എന്തും ചെയ്തു കളി. ധീരന. അതുകൊണ്ട് നിങ്ങളെല്ലാം ഒന്ന് അടങ്ങി ഒതുങ്ങി കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ലത്. അമ്മ അവിടെ വിവരമൊന്നും അറിയാതെ പരിഭ്രമിച്ചിരിക്കുകയായിരിക്കും. ഓടിപ്പോണമെന്ന് തോന്നുമ്പോ ഒറ്റ കാര്യം ആലോചിക്കുക. 2 മുഴം കയറ്, ഒരു ഉത്തരം. ആ, 2 മുഴം കയറ്, 1 ഉത്തരം. 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 2
അതൊന്നും കാര്യമാക്കണ്ട. ഞാൻ സിംഹവും പുലിയൊന്നുമല്ല, പുള്ളി വെറുതെ പറഞ്ഞതാ. ഓടിപ്പോകാൻ ശ്രമിക്കുമ്പോൾ 2 മുഴം കയറും ഒരു ഉത്തരവും എന്ന് പറഞ്ഞത് മനസ്സിലായില്ലല്ലോ സാർ. അത് പിന്നെ ഈ കള്ളന്മാർ ഓടിപ്പോകുമ്പോ 2 മുഴം കയറും ഉത്തരവും കൂടെ ഒരു വിദ്യയുണ്ട് കള്ളന്മാരെ പിടിക്കാൻ. അച്ഛനും റിട്ടയർഡ് ഹെഡ് കോൺസ്റ്റബിളാ. അത് സല്യൂട്ട് കണ്ടപ്പോഴേ മനസ്സിലായി സാർ. ഇരിക്കൂ. നമസ്കാരം. അന്ന് ഈ സ്റ്റേഷനിൽ വെച്ച് നമ്മൾ കണ്ടല്ലോ. അതെ, കണ്ടിട്ടുണ്ട്. വസൂരിക്ക് കുത്തിവെക്കാൻ വന്നാണെന്നല്ലേ പറഞ്ഞത്? അത് ഞാൻ എന്റെ ഫ്രണ്ടുമായിട്ടൊരു ബെറ്റ് വെച്ചു. ചാർജ് എടുക്കുന്നതിന് മുമ്പ് കുറച്ചു ദിവസം ഇവിടെ വന്ന് ആൾമാറാട്ടം നടത്തുന്നു. ബെറ്റിൽ ഞാൻ ജയിച്ചു. പിന്നെ ഞാൻ അനന്തൻ നായർ. ധാരാളം പോലീസ് ഉദ്യോഗസ്ഥന്മാരുണ്ട് എനിക്ക് സുഹൃത്തുക്കളായിട്ട്. നമുക്കും അങ്ങനെ ആകാമെന്ന് കരുതുന്നു. തീർച്ചയായും. ഐ എം മോഹൻദാസ്. മറ്റ് തിരക്കുകളൊന്നുമില്ലെങ്കിൽ ഇന്നത്തെ അത്താഴം എന്റെ വീട്ടിലാകാം. എന്തു പറയുന്നു? എനിക്കതിൽ സന്തോഷമുള്ളൂ. കൂടുതൽ എടുക്കുന്ന വീട്ടിൽ വെച്ചാകാം. ഞാൻ ജീപ്പ് കൊടുത്തയക്കാം. നോ താങ്ക്സ്. ഇവിടെ ജീപ്പുണ്ടല്ലോ, ഞാൻ എത്തിക്കോളാം. ഓക്കെ. ആ